കരും കരമോ നീ എന്നും ജനമാമി നദിയിൽ വീണൊഴുകി നീ എന്നും ഇടത് പലതുണ്ട് മുന്നിൽ നീയുണ്ട് ഒരുതി നേടുന്ന. കേരളം പുതിയ രാഷ്ട്രീയ അധ്യായത്തിന്റെ കവാടത്തിൽ. തെരഞ്ഞെടുപ്പ് വിധി ഒരു സർക്കാരിന്റെ മാത്രമല്ല, ഒരു രാഷ്ട്രീയ ദിശയുടെ മാറ്റം. വിമർശനങ്ങൾ, പ്രതിഷേധങ്ങൾ, തുടർച്ചയായ രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾ. ആ ചൂടിനിടയിൽ ഒരു ശബ്ദം തുടർച്ചയായി ഉയർന്നുകൊണ്ടിരുന്നു. ആ ശബ്ദം പ്രതിപക്ഷത്തിന്റെ, വി.ഡി. സതീശന്റെ. സർക്കാരിനെതിരെ കടുത്ത വിമർശനം, ജനകീയ വിഷയങ്ങളിൽ ഉറച്ച നിലപാട്, നിയമസഭയ്ക്കകത്തും പുറത്തും ശക്തമായ സാന്നിധ്യം. ഇന്ന് അധികാരത്തിന്റെ പടിവാതിൽക്കൽ. പ്രതിപക്ഷത്തിന്റെ മുൻനിരയിൽ നിന്ന ആ ശബ്ദം നാളെ ഭരണത്തിന്റെ മുൻനിരയിലേക്ക്. വി.ഡി. സതീശൻ നാളെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന നിമിഷം മുതൽ രാഷ്ട്രീയം വേഗത്തിൽ മാറി. വോട്ടർമാരുടെ വിധി വ്യക്തമായി. ഭരണത്തിനെതിരായ അസന്തോഷം വോട്ടുപെട്ടിയിൽ പ്രതിഫലിച്ചു. ഇത് വെറും ഒരു വിജയമല്ല, ഒരു നിലപാടിന്റെ വിജയമാണ്. ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഫലമാണ്. വാക്കുകളിൽ തീക്ഷ്ണത, നിലപാടുകളിൽ വ്യക്തത, അതായിരുന്നു വി.ഡി. സതീശന്റെ രാഷ്ട്രീയ ശൈലി. പക്ഷേ ഇനി വിമർശനമല്ല മുന്നിൽ, ഭരണമാണ്. ചോദ്യങ്ങൾ ചോദിച്ചിരുന്ന നേതാവിൽ നിന്നും ഉത്തരങ്ങൾ നൽകേണ്ട മുഖ്യമന്ത്രിയിലേക്ക്. കേരളം ഒരു വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. നാളെയുടെ സത്യപ്രതിജ്ഞ വെറുമൊരു ചടങ്ങല്ല, ഒരു പുതിയ ഭരണത്തിന്റെ തുടക്കം, ഒരു പുതിയ സന്ദേശത്തിന്റെ പ്രഖ്യാപനം. കണ്ണുകളെല്ലാം രാജ്ഭവനിലേക്ക്, കേരളം മുഴുവൻ കാത്തിരിക്കുന്നു. വിമർശനങ്ങളിൽ നിന്നും അധികാരത്തിലേക്ക്, പ്രതിപക്ഷത്തിൽ നിന്ന് ഭരണത്തിലേക്ക്. വി.ഡി. സതീശൻ നാളെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കേരളം പുതിയ അധ്യായത്തിലേക്ക്.